വ്യവസായി എം എ യൂസഫലിയുടെ ഇടപെടൽ കാരണം FK-യും PVR തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആയി എന്ന് അറിയാൻ സാധിച്ചു. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അടുത്ത് റിലീസായ വർഷങ്ങൾക്ക് ശേഷം ഈ ജയ് ഗണേഷ് അതുപോലെ തന്നെ ആവേശം ഒന്നും PVR റിലീസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി അവർ ഈ നിലവിൽ ഓടിക്കൊണ്ടിരുന്ന ആടുജീവിതം, മഞ്ഞുൾ ബോയ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഇതൊക്കെ നമ്മുടെ പ്രൊഡ്യൂസറിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം നല്ല കാശ് കിട്ടുന്ന സമയമാണ് ഇപ്പൊ സിനിമ ഓടുക എന്നുള്ളത്. കാരണം പിള്ളേർക്കുള്ള വെക്കേഷനും ഫാമിലീസിന് ഹോളിഡേസ് ആണ്, വിഷുവും ഇതൊക്കെ വരുന്നത് വളരെ വിരലോട് ഒരുമിച്ച് വരുന്നത്. അതല്ല ആ സമയത്താണ് അവർ ഈ മലയാള ഇൻഡസ്ട്രിയോട് ചെയ്തത്. ഇപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് പേരുടെ അഭിപ്രായം നമുക്കിപ്പോൾ കേൾക്കാം. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ലോകമെമ്പാടും വളരെ നല്ല രീതിയിൽ പ്രദർശനം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം. ഇന്ത്യയിലെമ്പാടും PVRൻ്റെ മാത്രമായി 100 ചില്ലുവാനം തിയേറ്ററുകളിൽ ഈ സിനിമ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വരെ, അതായത് 10-ാം തീയതി വരെ പ്രദർശിപ്പിക്കുകയും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ ഞാൻ 11-ാം തീയതി കളിക്കേണ്ട ഇതിൻ്റെ VPF ചാർജ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ പണം ഒരാഴ്ചയ്ക്ക് മുമ്പേ അഡ്വാൻസായിട്ട് ഞാൻ കൊടുത്തിട്ട് പോലും അതിനോടൊരു ചെറിയ രീതിയിൽ ഒരു ഫോൺ കോളിൽ പോലും, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത തരത്തിലുള്ള വലിയൊരു ധാർഷ്ട്യമാണ് ഇതിനോട് എടുത്തിരിക്കുന്നത്. തിയേറ്റേഴ്സിലൊന്നും നമ്മുടെ സിനിമകൾ ഇപ്പോൾ ഇല്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഞങ്ങൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത്, സൺഡേ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് തിയേറ്ററുകാർ എത്ര പേര് എന്നെ വിശാഖിനെ വിളിക്കുമായിരുന്നു എന്നറിയാം. ഓരോ തിയേറ്റേഴ്സും വിളിച്ചിട്ട് പറയും, നിങ്ങൾ OTTക്ക് സൺഡേ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പുള്ള സമയമാണ്, നിങ്ങൾ OTTക്ക് കൊടുക്കരുത്, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം. ഞങ്ങൾ അവരുടെ കൂടെ നിന്നു, പല തിയേറ്റേഴ്സിൻ്റെയും കൂടെ നിന്നു. വിശാഖിന് ട്രിപ്പിൾ പ്രോഫിറ്റ് കിട്ടാനുള്ള OTT ഓഫർ ഉണ്ടായിരുന്നു. ഇത്രത്തോളം അവർക്ക് കൂട്ടുനിന്നിട്ട് പോലും അവർ ഈ പണി ചെയ്തത് പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, PVR നല്ല സ്ക്രീനാണ്, നമുക്ക് എപ്പോഴും നല്ല കംഫർട്ട് തരാറുണ്ട്. അവരുടെ സർവീസും വൺ ഓഫ് ദ ടോപ്പാണ്. എന്നിരുന്നാൽ കൂടി അവർ ചെയ്ത് ശരിയായില്ല. ബട്ട് താങ്ക്സ് ടു MA യൂസഫലി നമ്മുടെ ഇഷ്യൂ സോൾവ് ആയി എന്നറിയാൻ സാധിച്ചു. നാളെ മുതൽ മിക്കവാറും നമുക്ക് തിയേറ്റർ സിനിമ കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ നിന്ന് താഴെ കമന്റ് ചെയ്യുക.